പത്തനംതിട്ട കോന്നിയിലെ ക്വാറിക്ക് സമീപത്തെ ജനങ്ങൾ ഭീതിയിലാണ്. പഞ്ചായത്ത് റോഡിൽ സ്വകാര്യ ഗേറ്റ് സ്ഥാപിച്ച് ക്വാറി ഉടമ കൈയടക്കിയെന്നാണ് പരാതി. ക്വാറി പ്രവർത്തിക്കുന്നത് കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ജലം മലിനമാകുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോന്നിയിലെ പാറക്കോറിക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ഈ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അതിന്റെയൊക്കെ കാരണങ്ങളാണ് നാം ഇപ്പോൾ കാണിക്കുന്നത്. അതായത് പഞ്ചായത്ത് റോഡിനെയാണ് ഇത്തരത്തിൽ ഗേറ്റ് വെച്ച് പൂട്ടിയിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്തേക്കുള്ള ജനങ്ങൾക്ക് ഇതുവഴി പോകണമെങ്കിൽ ക്വാറി ഉടമകളുടെ അനുമതി വേണമെന്നുള്ളതാണ്. അതായത് ഈ ഗേറ്റ് അതായത് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള റോഡിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്വാറിയുടെ ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന ഒരു തോടുണ്ട്. ആ തോടിൽ മലിനജലം ആണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളുടെയൊക്കെ പരാതി. അതോടൊപ്പം തന്നെ ഈ ക്വാറിയിൽ ഈ പാറ പൊട്ടിക്കുന്ന സമയത്ത് അതിന്റെ ആഘാതം തങ്ങളുടെ വീട്ടിലേക്ക് വരെ എത്തുന്നു എന്നുള്ളതാണ്. അതായത് വീടുകളിൽ പോലും സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അവരൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഈ ഒരു അപകടം നടന്ന ഒരു സാഹചര്യത്തിൽ ഉയർത്തുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞതാണ്. എന്തായാലും ഈ ജനങ്ങളൊക്കെ കൂടെ നമ്മളോട് ചേരുന്നുണ്ട്. എന്താ ഈ റോഡാണല്ലേ ഇവര് ബ്ലോക്ക് ചെയ്തത്? ഈ റോഡാ ഇത് അങ്ങ് വരെയുണ്ട്. ഞങ്ങൾ എഴുന്നാലും വെളുപ്പിനെ പോച്ചയ്ക്കും പറങ്ങിനും പോകുന്നതല്ലായിരുന്നോ. ഇവൻ പാറമണ തുടങ്ങി ഇത് പൂട്ടിയും വെച്ച് ഇവിടെ മൊത്തം അങ്ങ് എടുത്തു വെച്ചില്ലയോ. ഇത് മൊത്തം മേടിച്ച് ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ അവസ്ഥ? വീട്ടിലെന്തോ വീട് മൊത്തം പൊട്ടിക്കേറി. ഇനിയിപ്പൊ ഇവിടെ തുടങ്ങുന്നത് ഇതാ ഇപ്പം തെളിച്ചോണ്ടിരിക്കുന്ന റോഡ് വെട്ടിയത്. ഇവിടുന്ന് ആ കല്ല് ഉരുണ്ട് നമ്മുടെ മുറ്റത്ത് വന്നത്. ഇപ്പം 3 കുഞ്ഞുങ്ങളെ ഇരിക്കുന്ന കണ്ടോ. ആ കുഞ്ഞുങ്ങളെ മണ്ട വീട് വരുന്നെങ്കിൽ എന്തോ ആയിരുന്നേനെ. ഞാൻ പെട്ടെന്ന് മുതലാളിയെയും വിളിച്ച് ടോമിനെയും വിളിച്ച് അന്നേരം പറഞ്ഞ നിമിഷം കൊണ്ട് JCB ആണോ കിറ്റാച്ചിയാണോ വന്ന് എടുത്തോണ്ട് അത് കൈമാറി. അന്നേരം ഞാൻ വീട്ടിൽ കയറി ചോദിച്ചില്ല ആർക്കെങ്കിലും കുഴപ്പം പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ. അതൊന്നും തിരക്കിയില്ല. ഇപ്പോ ഈ ഒരു തോട്ടിലൊക്കെ വരുന്ന ജലം അത് മലിനജലമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിന്റെ രേഖകളൊക്കെ ഉണ്ടോ? വെള്ളം ടെസ്റ്റ് ചെയ്തതിന്റെ രേഖകളെല്ലാം കയ്യിലുണ്ട്. ഈ വരുന്ന വെള്ളം ഉപയോഗിച്ചതിന് ശേഷമാണ് ചെറിയ ചെറിയ രോഗങ്ങൾ കണ്ടു തുടങ്ങിയത്. അത് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റാ. പിന്നെ അത് വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അവര് പറഞ്ഞത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ കെമിക്കൽസ് എല്ലാം കൂടെ വന്ന് അടിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾക്കാലും വലിയവർക്കാലും രോഗങ്ങളാണ് ഈ വെള്ളം യൂസ് ചെയ്തിട്ട്. ഗേറ്റ് സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ പഞ്ചായത്തിന്റെ അധികൃതരൊന്നും വന്നില്ലേ? അവരൊന്നും പറഞ്ഞില്ല. 2 ദിവസം മുമ്പാണ് ഇതുപോലെ പഞ്ചായത്തിന്റെ ആൾ ഇതുപോലെ വസ്തു അളക്കാൻ വന്നത്. അപ്പോഴാണ് അവർ റോഡ് അളക്കാൻ വന്നപ്പോഴാണ് ഇതിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാതെ പ്രതിഷേധിച്ചത്. അപ്പൊ ആൾക്കാരെല്ലാം വന്നു ഇതുപോലെ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അവര് പറ്റത്തില്ല. ഓണർ പറഞ്ഞു പറ്റത്തില്ല, തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നവരുടെ പേരിൽ കൊണ്ട് കേസ് ചാർജ് ചെയ്തു. തീർച്ചയായും ഈ പ്രതികരിച്ചിട്ടുള്ള ജനങ്ങളുടെ നേർക്ക് കേസ് എടുത്തു എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം അവരുടെ കയ്യിൽ രേഖകളുണ്ട്. ഈ പഞ്ചായത്ത് റോഡാണെന്നും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന ജലം അത് മലിനമാണെന്നും ഒക്കെ അവർ കൃത്യമായ പരിശോധനയിലൂടെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിലൊരു നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരെ സംഭവിക്കുന്നതെന്നുള്ളതാണ് നാട്ടുകാർ വരെ പറയുന്നത്. എത്രയും വേഗം ഒരു നടപടി ഈ ക്വാറിക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ ഓരോരുത്തരും ഇവിടെ വ്യക്തമാക്കുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, പത്തനംതിട്ട. എം മനോജുണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, രാവിലെ രക്ഷാദൌത്യം നിർത്തിവെച്ചിരുന്നു. തെരച്ചിലൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? തെരച്ചിൽ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഈ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല ഇതുവരെയും. കാരണം അതിനുവേണ്ട സംവിധാനങ്ങൾ എത്തുവാനുള്ള കാത്തിരിപ്പിലാണ്. അതിൽ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള പൊതുപ്രവർത്തകരൊക്കെ ആരോപിക്കുന്നുണ്ട് തെരച്ചിൽ എഴിഞ്ഞു നീങ്ങുകയാണ് എന്നുള്ള കാര്യം. കാരണം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ മറ്റൊന്നും ചെയ്യാതെ തന്നെ അവർ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതുവരെയും അതിനുവേണ്ട സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ക്രെയിൻ എത്തിക്കുമെന്ന്, ആദ്യം ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ക്രെയിൻ എത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ആ ക്രെയിൻ കൊണ്ടുവരേണ്ട സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് റോപ്പ് മാത്രമായിരിക്കും എത്തിക്കുക. അതിനുശേഷം JCB അടക്കം എത്തിച്ചായിരിക്കും പരിശോധന നടത്തുക എന്നുള്ള കാര്യം. പക്ഷേ ഇതുവരെയും ഇവിടേക്ക് JCBയോ അല്ലെങ്കിൽ ഈ റോപ്പോ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. NDRFന്റെ സംഘം ഇവിടെയുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ നൽകാൻ ഇവിടെയുള്ള ഭരണകൂടം അതിന്റെ ആ ഒരു ഊർജ്ജസ്വലത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം
ഒരു അപകടമുണ്ടായാൽ അതിന് എത്രയും വേഗം അതിന്റെ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ സംവിധാനങ്ങൾ ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. പിന്നീട് രാത്രിയോടുകൂടി ഈ തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. വീണ്ടും രാവിലെ ആരംഭിച്ച തെരച്ചിൽ അത് കുറച്ചു സമയം തന്നെ നടത്തിയിട്ട് വീണ്ടും ഇനിയും സംവിധാനങ്ങൾ എത്താനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രെയിൻ എത്തിയാൽ മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി. പിന്നീട് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായി. അങ്ങനെ തന്നെ ഓരോ മണിക്കൂറുകളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മറ്റൊരു കാര്യം, ഇവിടെയുള്ള ജനപ്രതിനിധികൾ ആരും, അതായത് ഈ MLA അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം നടക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഈ ക്വാറി കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയത്. കാരണം ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് ഈ സ്വകാര്യ വ്യക്തി, അതായത് ഈ ക്വാറി ഉടമ ഗേറ്റ് സ്ഥാപിച്ചുകൊണ്ട് ആ റോഡ് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുറന്നു നൽകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടത് പോലും പഞ്ചായത്തിന്റെ അധികൃതർ പോലും അതിലൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ഒഴുകിയെത്തുന്ന ജലം അത് മലിനമാണ്, അല്ലെങ്കിൽ അതിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ള കാരണമൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള രേഖകൾ വരെ അവരുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ ക്വാറി പ്രവർത്തിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടി കളക്ടർക്കടക്കം നിരവധി തവണ പരാതി നൽകി. എന്നിട്ടും അതിലൊരു നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ഒരു അപകടമുണ്ടായപ്പോഴാണ് ഈ കാര്യങ്ങളിലൊക്കെ അവർ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. പ്രതികരിച്ചപ്പോൾ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ അധികൃതർ പറഞ്ഞത് ഈ ക്വാറിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ അതൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായി എന്നുള്ള കാര്യം. പിന്നീട് കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും കളക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ മണിക്കൂറുകൾ പോകുന്നതല്ലാതെ ഇവിടെ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എത്തുന്നവർ ഓരോരുത്തരും. കാരണം അവർ വരുമ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആ അപകട സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിറ്റാജി കിടക്കുന്ന സ്ഥലത്തും പാറകൾ ഇളകി വീഴുന്നുണ്ട്. അത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ട സംവിധാനങ്ങൾ ഇവിടെ രാവിലെ തന്നെ എത്തിക്കണമായിരുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ട കോന്നിയിലെ ക്വാറിക്ക് സമീപത്തെ ജനങ്ങളൊക്കെ ഭീതിയിലാണ്. ഏത് സമയവും അപകടം സംഭവിക്കാമെന്ന ആശങ്കയിലാണ് അവർ. സ്വകാര്യ ഗേറ്റ് സ്ഥാപിച്ച് ക്വാറി ഉടമ കൈയടക്കി എന്നൊക്കെയാണ് അവരുടെ പരാതി. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി അവിടുത്തെ രക്ഷാദൗത്യമൊക്കെ നിർത്തിവെച്ചിരുന്നു. ആ തെരച്ചിൽ ഇനിയും പുനരാരംഭിക്കാനും സാധിച്ചിട്ടില്ല. മനോജാണ് വാർത്താ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.